എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒറിഗാമിയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. പ്രവൃത്തി പരിചയ മേളയിൽ പുതിയ ഒരു ഇനം എന്ന നിലയിൽ LP വിഭാഗത്തിനും UP വിഭാഗത്തിനും ഈ ഒരു ഇനം ഒറിഗാമി ഒരു മത്സര ഇനമായി മാറുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് പല സുഹൃത്തുക്കളും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വരാൻ വേണ്ടി കാരണം. ഒറിഗാമി എന്നത് ഒരു ജാപ്പാനീസ് കലാവിദ്യയാണ്. കടലാസുകൾ മടക്കി തുറക്കുകയും മടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിവിധങ്ങളായ രൂപങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒറിഗാമിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഒരു മത്സര ഇനമായി വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക, നിർവഹിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു സൂചനയാണ് നൽകാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പം 3 മണിക്കൂർ സമയത്തേക്കുള്ള കാര്യമായതുകൊണ്ട് ഒറിഗാമിയുടെ എണ്ണം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന അത്ര എണ്ണം ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ എല്ലാം ചെയ്യുമ്പോഴും അതിൻ്റെ സൂക്ഷ്മതയും കൃത്യതയും അതിൻ്റെ വൃത്തി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ കടലാസുകൾ ഉപയോഗിച്ച് ഒറിഗാമി ചെയ്യാൻ വേണ്ടി കഴിയും. മിക്കവാറും സമചതുരത്തിൻ്റെയും ദീർഘചതുരത്തിൻ്റെയും ഷേപ്പുകളാണ് പേപ്പറിനുണ്ടാവുക. സമചതുരത്തിൻ്റെ പേപ്പറുകൾ ഉപയോഗിച്ചും ദീർഘചതുരത്തിൻ്റെ പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിൽ നിന്നും വിവിധങ്ങളായ രൂപങ്ങൾ നിർമ്മിക്കുക, അതിൻ്റെ അവതരണം എന്ന നിലയിൽ അത് ജഡ്ജസിനെ കാണിച്ചു കൊടുക്കുക ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിർമ്മാണ രീതിയുടെ ചില കാര്യങ്ങൾ ജഡ്ജസ് സംശയം പ്രകടിപ്പിച്ചാൽ അത് മനസ്സിലാക്കി കൊടുക്കാനും ജഡ്ജസിനോട് വിശദീകരിച്ചു കൊടുക്കാനും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഒരേ വിഭാഗത്തിൽപ്പെടുന്ന ഇനങ്ങളാണെങ്കിൽ, ഒരു പക്ഷികളാണെങ്കിൽ ഒരു മാക്സിമം ഒരു 5 പക്ഷികൾ, അല്ലെ മൃഗങ്ങളാണെങ്കിൽ മാക്സിമം 5 മൃഗങ്ങൾ, അല്ലെ ഫർണിച്ചറുകളുടെ രൂപങ്ങളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാക്സിമം ഒരേ വിഭാഗത്തിൽ 5 ഇനങ്ങൾ മാത്രമേ പാടുള്ളൂ. എത്രയും എണ്ണം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. എങ്ങനെ? വ്യത്യസ്ത വിഭാഗങ്ങളിലായി എത്രയും എണ്ണം ചെയ്യാൻ വേണ്ടി കഴിയും. പരമാവധി എണ്ണം അതിൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു വിധി നിർണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ എണ്ണം ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അവതരണത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന അതിൻ്റെ മടക്കുകളുടെ കൃത്യത വേണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഈ ഒരു അനുപാതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപത്തിന് അനുയോജ്യമായ അനുപാതം ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അനുപാതം, അതിൻ്റെ വൃത്തി, മടക്കുകളുടെ എണ്ണം. ആ മടക്കുകളുടെ എണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു രൂപത്തിൻ്റെ അധ്വാനത്തെക്കുറിച്ച് കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ പരമാവധി എണ്ണം. ഈ രീതിയിൽ കളർഫുള്ളായ പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയും. വിവിധങ്ങളായ വലിപ്പം എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി വലിപ്പം അതിൽ 40x40 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പേപ്പറാണ് പരമാവധി ഉപയോഗിക്കേണ്ടത്. അതിൽ താഴെയുള്ള പേപ്പറുകളൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ A4 കളർ ഷീറ്റാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കളർ ഷീറ്റ് ഉപയോഗിക്കാൻ തെറ്റില്ല. കളർ ഷീറ്റ് റെക്റ്റാങ്കിളിലാണ് നമുക്ക് ദീർഘചതുരത്തിലാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് സമചതുരം ആക്കുന്നതിന് വേണ്ടി കഴിയും. അത് ഉപയോഗിച്ചും ചെയ്യാൻ വേണ്ടി കഴിയും. എന്തായാലും തരക്കേടില്ല. ഇത്തരം ഒരു വിഷയത്തിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ തന്നെ അവരുടെ ഏകാഗ്രത, അതുപോലെ തന്നെ അവരുടെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഒക്കെ അതിലേക്ക് അറിവ് നിർമ്മാണത്തിൻ്റെ ഭാഗങ്ങളായി ബന്ധപ്പെടുത്തി പോലും ഇതിലേക്ക് വരുന്നുണ്ട്. കേവലം ഒരു വിനോദത്തിനപ്പുറം ഒരു പാഠ്യപ്രവർത്തനം കൂടിയാണ് ഇത്തരം ഒറിഗാമിയുടെ നിർമ്മാണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. 1, 2, 3, 4 തരത്തിലുള്ള ഒറിഗാമിയുടെ നിർമ്മാണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. 2 തരത്തിൽ ഈ ഒറിഗാമി അവതരിപ്പിക്കാൻ പഠിക്കും. ഒന്ന്, ഇൻഡിവിജ്വലായിട്ട് രൂപം നമുക്ക് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ഒരേ രൂപത്തിൻ്റെ വ്യത്യസ്ത രീതികൾ ചെയ്ത് യോജിപ്പിച്ചുകൊണ്ട്, വ്യത്യസ്ത രീതികൾ യോജിപ്പിക്കുക എന്നതിനപ്പുറം ഒട്ടിക്കാൻ വേണ്ടി പാടില്ല. പശ ഇതിൽ ഉപയോഗിക്കാനേ പാടില്ല. അതിൻ്റെ മടക്കുകളിൽ, അതിൻ്റെ ലിങ്കുകളിൽ ലോക്ക് ചെയ്തുകൊണ്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒറിഗാമി പ്രവർത്തനങ്ങളുണ്ട്. അത് ഒക്കെ അതിൻ്റെ 2 രീതിയിലുള്ള ഒരു വിശദാംശങ്ങളും അതിൻ്റെ രീതിയും ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ഒന്ന് അതുകൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പ്രവർത്തനം ഉദാഹരണം മാത്രമാണ്, അത് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിലേക്ക് കൂടെ, നിർമ്മാണഘട്ടത്തിൻ്റെ ആ വീഡിയോയിലേക്ക് കൂടെ പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. എല്ലാവരെയും ആ വീഡിയോയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. താങ്ക് യു.
you.